അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സന്മനസ്സുള്ളവർക്ക് സമാധാനം. എന്തെല്ലാം ഗൈസ് വിശേഷങ്ങൾ? ഗായ്സ്, ഞങ്ങളിപ്പോൾ ഉള്ളത് കോളേജിലാണ്, നസ്ര കോളേജിൽ സുജാ മിസ്സിൻ്റെ കൂടെയാണ്. ഇന്നത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണെന്ന് വെച്ചാൽ, കുറേ ദിവസമായിട്ട് നമ്മൾ കാത്തിരുന്ന സ്പോർട്സ് ഡേ ആണ് ഗായ്സ് ഇന്ന്. അപ്പോൾ കൂരിട്ട് എന്ന് പറഞ്ഞ പോലെ നട്ടുച്ച വെയിലിൽ കുട്ടികൾ കളിക്കാൻ വേണ്ടിയിട്ട്, അതായത് ഗ്രൗണ്ടിൽ ഇറങ്ങിയിട്ട് നിൽക്കുവാണ്. അപ്പോൾ ഞാൻ കുറച്ച് ലേറ്റായിട്ടാണ് ആക്ച്വലി കോളേജിൽ എത്തിയത്. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ, സ്പോർട്സ് വിശേഷങ്ങളാണ്, കാണാം. ഇത് എത്ര റൗണ്ടാ മിസ്സേ? സെക്കൻഡ് കോൾ ഫോർ 3000 മീറ്റർ 3000 മീറ്ററിന്റെ 3000 മീറ്ററിന് രജിസ്റ്റർ ചെയ്ത വിദ്യാർത്ഥികൾ എത്രയും പെട്ടെന്ന് എത്തിച്ചേരേണ്ടതാണ്. സെക്കൻഡ് കോൾ ഫോർ 3000 മീറ്റർ. അപ്പൊ ഗോയ്സ്, ഗ്രൗണ്ടിൽ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ട മത്സരമാണ്. അപ്പൊ എനിക്കൊക്കെ ഇത് നോക്കിയിരിക്കാനേ പറ്റുള്ളൂ. ഞാനൊക്കെ ഇമാതിരി വെയിലിറങ്ങി ഓടിക്കഴിഞ്ഞാൽ എന്നെ എടുക്കാനുണ്ടാവില്ല. BP കുറഞ്ഞ് ഞാനങ്ങോട്ട് വീണ് പോകും. അപ്പം ഞാനിങ്ങനെ കുട്ടികളെ ഓടുന്നൊക്കെ കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമുക്കിങ്ങനെ കണ്ടാൽ മതി, കാരണം നമുക്കിവിടെ ഒരു ഷെഡൊക്കെ ഉണ്ട്. ഷെഡ് മീൻസ് ഒരു പന്തല കെട്ടിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്താണ് ടീച്ചേഴ്സ് ആകുമ്പോൾ പ്രിവിലേജ് ആണല്ലോ. അപ്പോൾ ഗൈസ്, ഞങ്ങൾ ഇവരെ ഓടുന്നത് നോക്കി നിന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എത്ര റൗണ്ടാണ്? അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞു 25 റൗണ്ട് ഈ ഗ്രൗണ്ട് മൊത്തം ഓടണമെന്ന്. എൻ്റെ റബ്ബേ, ഞാനിങ്ങനെ എന്താ പറയുക, നെടുവീർപ്പ് വിട്ടു. കാരണം 25 റൗണ്ടൊക്കെ ഓടുമ്പോഴത്തേക്ക് ഒരു മനുഷ്യൻ്റെ അവസ്ഥ. ഇതിനൊക്കെയെന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കായിക സ്പിരിറ്റുള്ള കുട്ടികളായിരിക്കണം. പിന്നെ അതുപോലെ തന്നെ നല്ല സ്റ്റാമിന വേണം. തുടക്കത്തിലുള്ള ഓട്ടത്തിൻ്റെ ഒരു സ്പീഡ് മാത്രം പോരല്ലോ, നല്ല സ്റ്റാമിന ഉണ്ടെങ്കിൽ മാത്രമേ 25 റൗണ്ടൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതാണെങ്കിലോ ഈ ഗ്രൗണ്ടാണെങ്കിൽ അത്യാവശ്യം വലിയ ഗ്രൗണ്ടാണ് ഗൈസ്. ഇത് മൊത്തം ഓടിത്തീരണം, ഒരു റൗണ്ട് തന്നെ ഓടിത്തീരണമെങ്കിൽ അത്യാവശ്യം നല്ലതാണ്. അപ്പോൾ ഇതിലെങ്ങനെയാണ്, ചില വിരുദ്ധന്മാർ ആദ്യത്തിലൊക്കെ പതുക്കെ, ഇപ്പോൾ ഈ ഓടുന്ന 3 ടീംസില്ലേ, ഇവർ 3 പേരും പതുക്കെയാണ് കേട്ടോ ഓടുന്നത്. എന്താണെന്ന് വെച്ചാൽ ഫുള്ള് സ്റ്റാമിന ഒന്നും എടുക്കാതെ, പവർ എടുക്കാതെ കുറേശ്ശെയാണ് ഇവർ ഓടിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ വിചാരിക്കുന്നുണ്ട് ലാസ്റ്റ് എത്തുമ്പോഴത്തേക്ക് നല്ല സ്പീഡിൽ ഓടാന്ന്. അപ്പോഴത്തേക്കും അവർക്ക് ഇങ്ങനെ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ട് പോകാമല്ലോ. അങ്ങനെ ചില ടീമുണ്ടാവും ഫസ്റ്റ് തന്നെ നല്ല സ്പീഡിൽ ഓടിയിട്ട് ഫുൾ പവർ കൊടുത്ത് ഓടിയിട്ട് അവസാനം ആകുമ്പോഴത്തേക്കും വാടിക്കഴിഞ്ഞ് എന്താ പറയുക, അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലായിട്ടുണ്ടാവും. അപ്പോൾ ഇതെന്തായാലും അങ്ങനെ പല ഐറ്റംസ് ആളുകൾ ഇതിലുണ്ട്. പിന്നെ ഗ്രൗണ്ടിൽ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നിൽക്കുന്നുണ്ട് കേട്ടോ. കാരണം ഇവരെത്ര റൗണ്ട് ഓടിയെന്നും എത്ര റൗണ്ട് ഇനി ഓടാനുണ്ട് എന്നും അങ്ങനെയൊക്കെ നോക്കാൻ വേണ്ടിയിട്ടാണ് ടീച്ചേഴ്സ് നിൽക്കുന്നത്. പിന്നെ അവിടെ കണ്ടോ ആ ഒരു ടീം, അത് ആക്ച്വലി ഒരു ടീമാണ്, എന്താ പറയുക, ഫിയോറൻസ, പിന്നെ റോറിങ് റിബൽസ്, പിന്നെ അങ്ങനെ 4 ടീംസാണുള്ളത് കേട്ടോ. നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ ബ്ലൂ ഹൗസ്, റെഡ് ഹൗസ്, ഗ്രീൻ ഹൗസ്, പിന്നെ എന്താണ് എന്തോ വേറൊരു ഹൗസ് ഉണ്ടല്ലോ, അങ്ങനെ ഹൗസ്. അപ്പോൾ ഞാനൊക്കെ 8ാം ക്ലാസ്സിൽ 7ാം ക്ലാസ് 8ാം ക്ലാസ്സിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ബ്ലൂ ഹൗസ് ക്യാപ്റ്റനായിരുന്നു എന്ന് ഞാൻ ഈ ഒരു സമയത്ത് സ്മരിച്ചു കൊള്ളുന്നു. അതൊക്കെയാണ്. അപ്പോൾ അഫ്നാസ് ആക്ച്വലി ഗ്രൂപ്പ് ലീഡറാണ്. ആ കണ്ട ഓടുന്ന അവന് ആക്ച്വലി വെള്ളം കൊടുക്കാൻ വേണ്ടി ഓടുകയാണ് കേട്ടോ. അവൻ അങ്ങനെ വിചാരിക്കുക, നീ വെള്ളം കൊടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവർ ടയേർഡ് ആവില്ല എന്ന്. കാരണം വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആകെ ഒന്നും കൂടെ ചിലപ്പോൾ ടയേർഡ് ആവില്ല. അപ്പോൾ പറഞ്ഞ് തലയിലൂടെ വെള്ളം ഒഴിക്കും. അപ്പം എൻ്റെ കൂടെ ഇരിക്കുന്നത് ആക്ച്വലി എന്താണ് മിസ്സ്, എൻ്റെ കൂടെ ഇരിക്കുന്നത് അഫ്സാന മിസ്സാണ് കേട്ടോ. അപ്പോൾ അഫ്സാന മിസ്സ് ഒരു ചാമ്പ്യൻ ആയിരുന്നു സ്കൂളിലെന്ന് പറഞ്ഞു. മിസ്സ് ഓട്ട മത്സരത്തിൽ ഇതിലൊക്കെ കൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മിസ്സ് ഇങ്ങനെ പറഞ്ഞു, വെള്ളം കൊടുക്കുന്നത് ചില കുട്ടികൾ തലയിൽ ഒഴിക്കും. കാരണം ചൂടത്ത് മനുഷ്യന് ഭയങ്കര ടയേർഡ് ആവില്ലേ. അപ്പോൾ എന്ത് ചെയ്യും, തലയിലൂടെ ഒഴിക്കും. പിന്നെ ചില ആളുകൾ ഇങ്ങനെ വായിൽക്കിട്ടിട്ട് അതിങ്ങോട്ട് തുപ്പിക്കളയും. അങ്ങനെയൊക്കെയാണ് ചെയ്യാറുള്ളത് എന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് ABCD അറിയില്ല. സ്പോർട്സിനെ കുറിച്ചൊരു ABCD അറിയാത്ത ഞാൻ. പക്ഷെ ഞാൻ കോളേജിലൊക്കെ പഠിച്ചിരുന്ന സമയത്ത് എല്ലാ ഐറ്റംസിലും കൂടും, എല്ലാത്തിലും ലാസ്റ്റ്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, സ്പോർട്സ് ഡേക്ക് മിടിയിട്ട് പോയിട്ട് എന്താ പറയുക, ഓട്ട മത്സരത്തിന് കൂടിയിട്ട് അവസാനം മിടി പൊക്കി പിടിച്ച് ഞാൻ ഓടി. അപ്പോൾ ഓടിയിട്ട് എന്താ ഒന്നും കിട്ടിയൊന്നുമില്ല. ബിക്കോസ് ഞാൻ ഏറ്റവും ലാസ്റ്റ് ആയിരുന്നു ഞാൻ കേട്ടോ എത്തിയത്. പക്ഷെ എന്നാലും ഞാനത് കംപ്ലീറ്റ് ചെയ്തു ഗൈസ്. അതായിരുന്നു എനിക്ക് എന്നെക്കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ അതാ ടീച്ചേഴ്സൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരെങ്കിലും വീഴുകയാണെങ്കിൽ അവരെ പിടിക്കണം. പിന്നെ അതുപോലെ തന്നെ ബോയ്സ് അല്ലേ, അവർ വീഴൊന്നുമില്ല, അത് വേറെ കഥ. പിന്നെ എന്താ പറയുക, മുഹമ്മദ് കുട്ടി സാറ്, പിന്നെ ആദില മിസ്, പിന്നെ ആരൊക്കെയോ അവിടെ നിൽക്കുന്നുണ്ട് ഈ ഓടി തളർന്ന് വീഴുന്ന കുട്ടികളെ പിടിക്കാനോ അവരെ റൗണ്ട്സ് നോക്കാനോ. Final call for 3000 meter girls. It's a final call for 3000 meter girls. പേര് തന്നിട്ടുള്ള വിദ്യാർത്ഥികൾ ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അനൗൺസ്മെന്റ്
ഹർഷ ഫസ്റ്റാ? അയ്യോ വീണു അങ്ങട്ട് പാവല്ലേ. ഓനെന്താവുള്ളൂ. ഹർഷ കംപ്ലീറ്റ് ചെയ്തു. അപ്പൊ സെക്കൻഡ് മുനവീർ ആവും. ഇവന് ഫിനിഷ് ചെയ്തോ? സെക്കൻഡ് പാവല്ലേ. ഇവനാ തേർഡ്. ഒരുമിച്ചായിരുന്നു. അവ എപ്പോഴെങ്കിലും ഒക്കെ ഒരു റൗണ്ട് ഒരു കവർ ചെയ്തിട്ടുണ്ടാവും. തേർഡ്. അവരൊക്കെ അതെപ്പോഴും ഓടണ്. അപ്പൊ ഗായ്സ് ഈ ഒരു എന്താ പറയുക 25 റൗണ്ട് ഓട്ടം 8000 മീറ്റർ ആണെന്ന് തോന്നുന്നു. ആ ഒരു ഇത് കഴിഞ്ഞു. അങ്ങനെ കുട്ടികളെല്ലാവരും എത്തി. അതൊക്കെയാണ് അതിൻ്റെ ഒരു അവസ്ഥ. ഇനി അടുത്തത് 3000 മീറ്റർ ഗേൾസിൻ്റെയാണ്. ഗേൾസൊക്കെ ഓടിക്കഴിഞ്ഞാലുള്ളൊരവസ്ഥ ഞാൻ ആലോചിച്ച് നോക്കും. എൻ്റെ റബ്ബേ, ഇമാതിരി പൊരിഞ്ഞ വെയിലിൽ ഓടിക്കഴിഞ്ഞാൽ ഒട്ടുമിക്കമായിട്ട് കുട്ടികളും ടയേർഡാകും. അപ്പോൾ അവരൊക്കെ ആക്ച്വലി നമ്മുടെ ജഡ്ജ്മെൻറ്റിൻ്റെ ടീംസ് ആയിരുന്നു. ഗ്രീഷ്മ മിസ്, രഞ്ജിത്ത് സാറ്, പിന്നെ നൗഫൽ സാർ, ഇവരെല്ലാവരും കേട്ടോ. അപ്പോൾ അതവിടെ സ്കോർ ഇങ്ങനെ ഓൺ ദ സ്പോട്ട് സ്കോർ കാര്യങ്ങളെല്ലാം എഴുതുന്നുണ്ട്. അപ്പോൾ സ്കോറിൻ്റെ അവിടെ എഴുതാനും പിന്നെ അതുപോലെ തന്നെ അനൗൺസ്മെൻറ്റിനൊക്കെ നമ്മുടെ ടീച്ചേഴ്സ് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ അതൊക്കെയാണ് ഇതിൻ്റെ ഒരു കഥ. നല്ല രസമുണ്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്നത് 3000 മീറ്റർ ഗേൾസിൻ്റെയാണ്. അപ്പോൾ അതിനുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക നമ്മുടെ ഷബീബ് സാർ നമ്മുടെ PT സാറാണ് ഗൈസ്. അപ്പോൾ അതാ ഗേൾസ് എല്ലാം സെറ്റായി റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഒരു സാറ് വന്നിട്ട് ഇങ്ങനെ തമാശ പറഞ്ഞു, ആംബുലൻസ് വിളിച്ചോളി ആരെങ്കിലും. അപ്പോൾ എന്തിനാ വെച്ചപ്പോൾ പെൺകുട്ടികളാണ് ഓടാൻ പോണേന്ന്. അപ്പോൾ എന്താണെന്നറിയോ, പെൺകുട്ടികൾ ഇതിൽ ഓടിക്കഴിഞ്ഞാൽ വീഴും എന്നുള്ളൊരു ചിന്തയാണ്. പക്ഷേ ഗൈസ്, ഈ കുട്ടികളെല്ലാം പുലിക്കുട്ടികളാണ്. ഒരാൾ പോലും വീണിട്ടില്ല എന്ന് മാത്രമല്ല, അവരെല്ലാവരും ഉഷാറായിട്ട് ഓടുകയും ചെയ്തു. അതാണ് അതിൻ്റെ ഒരു സ്പിരിറ്റ് എന്ന് പറയുന്നത്. കോളേജിലൊക്കെ പഠിക്കുമ്പോൾ ആർട്സ് സ്പോർട്സൊക്കെ ആണല്ലോ നമുക്ക് ഓർമ്മിച്ചിരിക്കാനുള്ള ദിവസങ്ങൾ എന്ന് പറയുന്നത്. ബാക്കി എല്ലാ ദിവസവും പഠനം അത് ഇത് അങ്ങനെ പോകും. പക്ഷെ ആർട്സ് സ്പോർട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വികാരമാണ് ഗൈസ്. അതെല്ലാവർക്കും അറിയുന്നുണ്ടാവില്ല അല്ലേ. അപ്പോൾ നമ്മുടെ ഓട്ട മത്സരം തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് പെൺകുട്ടികൾ. ആൺകുട്ടികളുടെ അത്ര സ്റ്റാമിന ഉണ്ടാവില്ല. സ്റ്റാമിന മാത്രമല്ല അത്ര പവർ ഉണ്ടാവില്ല. ആൺകുട്ടികൾ ഓടുന്ന അത്ര പവറിൽ പെൺകുട്ടികൾക്ക് ഓടാൻ കഴിയില്ലല്ലോ. എന്നാലും ഇതിലും ഫസ്റ്റും സെക്കൻഡും തേർഡൊക്കെ ഉണ്ടായിരുന്നു. അടിപൊളിയായിരുന്നു. 3000 മീറ്റർ ഗേൾസ് ഇവന്റ് കഴിഞ്ഞാലുടൻ ഇനാഗുറേഷൻ സെറമണി നടത്തുന്നതാണ്. മാർച്ച് പാസ്റ്റിന് വേണ്ടി എല്ലാ ടീം മെമ്പേഴ്സും റെഡിയായി നിൽക്കേണ്ടതാണ്. അവിടെ പോയി നിൽക്കുന്ന എന്താണെന്നറിയോ, ടീച്ചേഴ്സ് എല്ലാവരും പോയി നിൽക്കട്ടെ. എങ്ങാനും പെൺകുട്ടികൾ വീണ് കഴിഞ്ഞാൽ അവരെ പിടിക്കണമല്ലോ. ആൺകുട്ടികളെ പോലെയല്ല, പെൺകുട്ടികൾ തന്നെ കുറേ ഇഷ്യൂസ് ഉണ്ടാവും. തലവേദന വരും. അധിക കുട്ടികളും കോളേജിൽ പോകുന്ന കുട്ടികൾ അനീമിക്കായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഫുഡ് കഴിക്കൽ കുറവായിരിക്കും. രാവിലെയൊക്കെ പോകുമ്പോൾ ഫുഡൊക്കെ വളരെ കുറച്ച് മാത്രം കഴിക്കുന്ന കുട്ടികളൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ അനീമിക്കായിരിക്കും. ഇപ്പം ഫോർ എക്സാമ്പിൾ എന്നെ തന്നെ പറയാം, ഞാനൊക്കെ കോളേജ് പഠിക്കുന്ന സമയത്ത് ഭയങ്കര അനീമിക്കായിരുന്നു കേട്ടോ. പിന്നെയാണ് കോളേജൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് കുറച്ച് അന്തം ബോധമൊക്കെ വെച്ചപ്പോൾ ഫുഡൊക്കെ പ്രോപ്പറായിട്ട് കഴിക്കലൊക്കെ തുടങ്ങി ഞാൻ ഓക്കെ ആയത്. അപ്പോൾ അനീമിക്കായിരിക്കും. പിന്നെ ചില ആളുകൾക്ക് എന്താ പറയുക, വെയിൽ കൊണ്ട് കുറേ സമയമൊക്കെ നിന്ന് കഴിഞ്ഞാൽ തളരും. പണ്ടൊക്കെ അസംബ്ലിക്കൊക്കെ നിൽക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പെൺകുട്ടികളങ്ങനെ ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ വീണ് പോകും. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ തല കറങ്ങിയിട്ട് അങ്ങോട്ട് വീഴന്നെ. പക്ഷേ കുട്ടികളെല്ലാവരും മാഷാല്ലാ നല്ല സ്റ്റാമിന ഉള്ള, നല്ല എനർജറ്റിക് ആയിട്ടുള്ള, നല്ല പവർഫുൾ ആയിട്ടുള്ള കുട്ടികളായിരുന്നു. അപ്പോൾ ടീച്ചേഴ്സ് എല്ലാം ഗ്രൗണ്ടിൻ്റെ ഓരോരോ സൈഡിൽ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഇവിടെ വീണാൽ ഇവിടെ പിടിക്കണം, അവിടെ വീണാൽ അവിടെ പിടിക്കണം, അങ്ങനെ. അപ്പോൾ അങ്ങനെയൊക്കെ ലാസ്റ്റൊക്കെ ആയപ്പോഴത്തേക്കും കുട്ടികൾ ആകെ ഇങ്ങോട്ട് എന്തൊക്കെയോ ആയിട്ടുണ്ട് എന്തായാലും. പക്ഷെ അവരാരും കളി നിർത്തിയില്ല എന്നുള്ളതാണ് അതിലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ചില കുട്ടികളൊക്കെ ഉണ്ടാവുമല്ലോ, ഇനി മതിയോ ഞാൻ കളിച്ച് കഴിഞ്ഞോ എന്ന് പറഞ്ഞ് നിർത്തുമല്ലോ. പക്ഷെ അങ്ങനെ ആരും നിർത്തിയില്ല കേട്ടോ. എല്ലാവരും എന്ത് ചെയ്തു, കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ഹൈലൈറ്റ്. ഇതും അത്യാവശ്യം ഒക്കെ ഓടാനുണ്ട്. എത്ര റൗണ്ട്സ് ആണെന്ന് എനിക്കിപ്പോൾ കറക്റ്റ് ഓർമ്മയില്ല, കാരണം സ്പോർട്സ് കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസമായി. ആക്ച്വലി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ കൊണ്ട് വീഡിയോ എഡിറ്റ് ചെയ്യാൻ കുറച്ച് ലേറ്റ് ആയതാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ കണ്ടില്ലേ, നമ്മുടെ എന്താ പറയുക, വെയിലാണ് ഇതൊന്നും നോക്കാണ്ട് ഓഡിയൻസൊക്കെ കണ്ട് അവിടെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഈ 4 ടീംസിലുള്ളവരും അവനവൻ്റെ ടീമിലുള്ള കുട്ടികൾ ജയിക്കണം എന്നുള്ളൊരു ഫീലായിരിക്കും അവർക്ക് ഉണ്ടാവുക. അപ്പോൾ അതൊക്കെയാണ്. പിന്നെ ഇതിൽ ഞാൻ നോട്ട് ചെയ്തതെന്താ വെച്ചാൽ അഫ്നാസിൻ്റെ ഒരു ടീം സ്പിരിറ്റ്. അവനിങ്ങനെ അവിടെ തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഇനി ബാക്കി ലീഡേഴ്സിന് എനിക്ക് അറിയാഞ്ഞിട്ടാണോ എന്നറിയില്ല. അവന് പിന്നെ ഗ്രീൻ ടീഷർട്ട് ഇട്ട് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാണാൻ പറ്റുന്നുണ്ട്. ഈ വരുന്നത് നമ്മുടെ ജനറൽ ക്യാപ്റ്റനാണ്. 4 കൊടികളും കൊണ്ട് വരുന്നത് ജനറൽ ക്യാപ്റ്റനാണ് കേട്ടോ. അപ്പോൾ അവനാണ് നമ്മുടെ സ്പോർട്സിൻ്റെ മൊത്തത്തിലുള്ള ക്യാപ്റ്റൻ. അപ്പോൾ ആക്ച്വലി ഇനി അടുത്തത് നമ്മുടെ പരിപാടി ഇനോഗ്രേഷനാണ്. അപ്പോൾ അതിനുള്ള ടീംസാണ് ഇപ്പോൾ സെറ്റ് ആയിക്കൊണ്ടിരിക്കുന്നത്.
ഒരു ഐഡിയ ഇതില്ലേ കുറച്ചും ബ്ലാക്ക് കൊണ്ട് ഒരു ഫിയോറൻസാണ് ശരിക്കും. അയ്യാക്കെ അത് സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാലേ ഫിയോറൻസ എന്നാണ് പേര്. പക്ഷേ ഏതോ മണ്ടൂസന്മാരത് ഫ്ലോറൻസ ആണ് ആ ബോർഡിനകത്ത് എഴുതിയിട്ടുള്ളത്. അപ്പോൾ അത് മാറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ചെയർമാനും ബാക്കി ടീംസ് എല്ലാവരും. ഫിയോറൻസ റോറിംഗ് റിബൽസ് ഒക്കെയാണ് പേര്. അപ്പോൾ അതാണ് ഗൈസ് ഇതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അവരതൊക്കെ റെഡിയാക്കി. ഇനി നെക്സ്റ്റ് നമ്മുടെ ഇനോഗ്രേഷനാണ്. അപ്പോൾ ഇനോഗ്രേഷനുള്ള സംഭവങ്ങളൊക്കെ റെഡിയാക്കണം. അപ്പം ഇതാ പെൺകുട്ടികളുടെ ഓട്ടമത്സരമൊക്കെ കഴിഞ്ഞു ഏകദേശം. അതാ ഇത് നമ്മുടെ ഷാനക്കുട്ടിയാണ്, സോഷ്യോളജിയിലുള്ള കുട്ടിയാണ് കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഓരോ ടീച്ചേഴ്സും ഓരോ കുട്ടികളും കൊണ്ട് പോവുക. കാരണം പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല, നല്ല ടയേർഡ് ആയിരിക്കും അവർക്ക് ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ബോയ്സിൻ്റെ അത്ര എന്തായാലും ഗേൾസിൻ്റെ സ്റ്റാമിന വരില്ലല്ലോ. അപ്പോൾ നമ്മൾ ഈ ജെൻഡർ ഈക്വാലിറ്റി ഒക്കെ പറയുമ്പോൾ ഞാൻ ആദ്യം വിചാരിക്കാറുള്ളത് ഈ ഒരു സ്റ്റാമിന അതുപോലെ തന്നെ ഫിസിക്കൽ പവറിൻ്റെയൊക്കെ കാര്യം. ഇതൊക്കെ കണ്ടോ സൈഡിൽ ഓരോരുത്തർ പോയിട്ട് അങ്ങോട്ട് വീഴാണ് കേട്ടോ, കാരണം ഓടി തളർന്നിട്ടേ. പക്ഷേ ഈ കുട്ടികളൊക്കെ സമ്മതിക്കണം, കാരണം എന്താ വെച്ചാൽ കംപ്ലീറ്റ് ചെയ്തു എന്നുള്ളതാണ്. കംപ്ലീറ്റ് ചെയ്തിട്ടാണ് ആക്ച്വലി ഇവരിങ്ങനെ വീഴുന്നതും ഇതൊക്കെ. പക്ഷെ അവർ കംപ്ലീറ്റ് ചെയ്തു, അതിന് തന്നെ ഒരു വലിയൊരു സന്തോഷമല്ലേ നമുക്ക്. കംപ്ലീറ്റ് ചെയ്താൽ ഒരു പോയിന്റ് ഉണ്ടെന്ന് തോന്നുന്നു. അങ്ങനെ ഗൈസ് നമ്മുടെ ഇനി അടുത്തത് ഇനോഗ്രേഷൻ്റെ പരിപാടികൾ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഗൈസ് പൊടി അടിച്ചിട്ടാണ് ഇങ്ങനെ ഫേസ് ഒക്കെ കവർ ചെയ്തിരിക്കുന്നത്. നജ്മ മിസ്സിന് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല. നല്ല പ്രശ്നം പൂരിച്ചിട്ടുണ്ട്. അഫ്സാന ബൻകേ ആ പാട്ടറിയോ നിങ്ങൾക്ക്? എന്താ അറിയാം ഐഡിയസേ, കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിരിക്കുന്നത് ഭയങ്കര പൊടിയാണ്. ഈ അലർജി വന്നാൽ ഞാൻ തന്നെ സഹിക്കണമല്ലോ. എനിക്കാണെങ്കിൽ എൻ്റെ ബോഡിയിലെ ഏറ്റവും സെൻസിറ്റീവ് പാർട്ട് എൻ്റെ നേഴ്സാണ്. എവിടെ എന്തായാലും എൻ്റെ മൂക്കിന് എന്തെങ്കിലും പറ്റുന്നത് ഞാൻ എപ്പോഴും പ്രൊട്ടക്ട് ചെയ്യും, കാരണം തുമ്മിയിട്ട് ഞാൻ ഹലാക്കാവും ഗൈസ്. ഇതാണ് ഗൈസ് നമ്മുടെ കോളേജിൽ പുതുതായി വന്ന മലയാളം മാഷ്. അദീബ് സാറാണ് ഒരു മഹാൻ. നിങ്ങള് വ്ളോഗ് എടുക്കാൻ പറഞ്ഞില്ലേ, നിങ്ങളെ പ്രത്യേകം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങള് മാക്സിമം ഷെയർ ചെയ്യുന്നുണ്ട് കേട്ടോ, ലൈക്സ് വ്യൂസ് കൂടി തരണം. ഓക്കെ, വ്ളോഗിൽ വരാൻ വേണ്ടി ടീഷർട്ട് ധരിച്ച മഹാനാണ് ഇദ്ദേഹം എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇതാ നമ്മുടെ ഇനോഗ്രേഷനുള്ള ഏകദേശം സംഭവങ്ങളൊക്കെ സെറ്റായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതാ നമ്മുടെ ദീപശിഖ കത്തിക്കാനുള്ളൊരു സംഭവമാണ് ഇപ്പോൾ റെഡിയാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു ചട്ടിക്കകത്ത് കുറേ കർപ്പൂരവും കുറേ എന്തൊക്കെയോ എന്താ ഗൈസ് എനിക്ക് അറിഞ്ഞൂടെ, എന്തൊക്കെയോ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചീഫ് ഗസ്റ്റ് ഇന്നൊരു കുഞ്ഞാൻ എന്ന് പറഞ്ഞിട്ട് ഒരാളാണ് കേട്ടോ. അപ്പോൾ അയാളെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അയാൾ വന്നാൽ നമ്മുടെ ഇനോഗ്രേഷൻ പുരോഗമിക്കും. രഞ്ജിത്ത് സാർ ഒരു ഹായ് പറയൂ. രഞ്ജിത്ത് സാറ് നമ്മുടെ ഫൈൻ ആർട്സിൻ്റെ കോർഡിനേറ്റർ ആണ്. പിന്നെ വൈസ് പ്രിൻസിപ്പലാണ് ഇപ്പോൾ കണ്ടത് രമേശ് സാറ്. രമേശ് സാറൊക്കെ ഭയങ്കര കൂൾ മനുഷ്യനാണ് കേട്ടോ. അപ്പോൾ ഗൈസ് അതാണ് വരുന്നത് കുഞ്ഞാൻ. അയാൾ ഒരു സോഷ്യൽ സെലിബ്രിറ്റി ആണ് കേട്ടോ. അപ്പോൾ വാക്ക് വിത്ത് കുഞ്ഞാൻ എന്നാണ് ഫേസ്ബുക്കിലും യൂട്യൂബിലും അതുപോലെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആളുടെ പേര്. അപ്പോൾ കുഞ്ഞാൻ ആക്ച്വലി ഒരു ഫെയിമാണ്. ആൾ വേൾഡ് കപ്പ് ഫിഫ വേൾഡ് കപ്പ് കാണാൻ വേണ്ടി ഖത്തറിൽ പോയി നെയ്മറിനെ അതുപോലെ തന്നെ പ്രശസ്തരായ ഫുട്ബോൾ താരങ്ങളെല്ലാവരെയും കണ്ടു. അങ്ങനെ ഒരു വേൾഡ് കപ്പ് ഫെയിമാണ്. സോഷ്യൽ മീഡിയ ഒരു ഇൻഫ്ലുവൻസർ ആണ്. അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ. ആൾ ഫിസിക്കലി ചലഞ്ചഡ് ആണെങ്കിൽ കൂടെ ആളുടെ ഒരു ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേരെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഇൻസ്പയർ ചെയ്യുന്ന അങ്ങനത്തെ ആളുകളായിരുന്നു. ആൾ വന്നപ്പോൾ ടോക്ക് ചെയ്തതും അതിനെക്കുറിച്ചൊക്കെ തന്നെയായിരുന്നു കേട്ടോ. 4 ചുമരുകൾക്കുള്ളിൽ കഴിയേണ്ട എൻ്റെ ജീവിതം ഞാൻ പുറത്തേക്കൊക്കെ കൊണ്ടുപോകാനുള്ള കാരണം എൻ്റെ മനസ്സിൻ്റെ കരുത്താണെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം നല്ലൊരു സ്പീച്ചൊക്കെ നൽകിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ നജ്മ മിസ് ആക്ച്വലി എനിക്കിങ്ങനെ കാണിച്ചു തരികയാണ് ഈ വാക്ക് വിത്ത് കുഞ്ഞാൻ ആരാണെന്നും അദ്ദേഹത്തിൻ്റെ. ഞാൻ ആദ്യമായിട്ട് കാണുകയാണ് കേട്ടോ, ഇങ്ങനെ ഒരാളുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. കുറേ ആക്ച്വലി സംഭവങ്ങളുണ്ട്, കുറേ എന്താ പറയുക, കുറേ സെലിബ്രിറ്റീസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഇയാളെ ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ വന്നപ്പോൾ കണ്ടത്. പക്ഷെ നല്ലൊരു മനുഷ്യനായിരുന്നു കേട്ടോ, നല്ലൊരു എന്താ പറയുക, നല്ലൊരു മനുഷ്യനായിരുന്നു. അപ്പോൾ എന്താ പറയുക, അപ്പോൾ ഈ ഇൻസ്ട്രക്ഷൻസൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അനൗൺസ്മെൻറ്റിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഷബീബ് സാർ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കട്ടെ അനൗൺസ്മെൻറ്റിന് എന്തൊക്കെയോ പറയേണ്ടത് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതാ ഓരോരുത്തരായിട്ട് വന്നിട്ട് നമ്മുടെ വാക്ക് വിത്ത് കുഞ്ഞാനെ പരിചയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ആദ്യം എൻ്റെ യൂട്യൂബിൻ്റെ പേരും വാക്ക് വിത്ത് ഷാക്കിറ ആയിരുന്നു. അപ്പോൾ ഞാനത് മാറ്റി ഗൈസ്. ഇനിയും ഞാൻ പേര് മാറ്റണം എന്നുള്ളൊരു ചിന്തയിലാണ്. കാരണം എന്താ പറയുക, പേര് കുറച്ച് വെറൈറ്റി ആക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ താഴെ
കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതാ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നെജ്മ മിസ് എനിക്ക് ആക്ച്വലി കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയാണ് വാക്ക് വിത്ത് കുഞ്ഞാൻ ഖത്തറിൽ പോയതും അയാളുടെ വ്ളോഗ് കാര്യങ്ങളൊക്കെ. നെജ്മ മിസ്സിൻ്റെ ആരോ ഒരു ഫ്രണ്ടിൻ്റെ അമ്മാവനോ ആരൊക്കെയാണ് ഇയാൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ നെജ്മ മിസ്സിന് കുറച്ചും കൂടെ ആധികാരികമായി വാക്ക് വിത്ത് കുഞ്ഞാനെ കുറിച്ച് പറയാൻ പറ്റും. അപ്പോൾ അത് അയാളുടെ ചെയറിനകത്ത് കണ്ടോ വാക്ക് വിത്ത് കുഞ്ഞാൻ എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ആളുടെ റീൽസാണ് കേട്ടോ. റീൽസ് ഉണ്ട്, പിന്നെ വീഡിയോസ് ഉണ്ട്, വ്ളോഗ്സ് ഉണ്ട്, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് യൂട്യൂബിൽ. അപ്പോൾ ഞാനും നെയ്മറും എന്താണ് ആൽവസും അങ്ങനെയൊക്കെ എന്തൊക്കെയോ, അതൊക്കെ ഫുട്ബോളേഴ്സിൻ്റെ പേരാണ് തോന്നുന്നു. നെയ്മറിന് മാത്രമേ ഗൈസ് എനിക്കറിയുള്ളൂ. അപ്പോൾ അതാ അദ്ദേഹം നമ്മുടെ ഫിഫ വേൾഡ് കപ്പിൽ ഖത്തറിൽ പോയതും അവിടെയുള്ള ആളുകളെ കാണുന്നതും ഒക്കെയാണ് ഇപ്പോൾ നെജ്മ മിസ് ആക്ച്വലി കാണിച്ചു തന്നുകൊണ്ടിരിക്കുന്നത്. കണ്ടോ ഗൈസ്, അതൊക്കെയാണ്. അപ്പോൾ വീൽ ചെയറിലാണെങ്കിൽ പോലും ഇത്രയും ദൂരം താണ്ടി, എനിക്ക് തോന്നുന്നു ഖത്തർ വേൾഡ് കപ്പ് കാണാൻ വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു മലയാളി മനുഷ്യനാണ് ഇദ്ദേഹം. അപ്പോൾ കുറേ ആളുകളെ മീറ്റ് ചെയ്യുന്നതൊക്കെ ഉണ്ട് കേട്ടോ അതിനകത്ത്. അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നു, കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഇയാളെ കാണുന്നത്. അപ്പോൾ ഇങ്ങനെ കണ്ടപ്പോൾ ആളുടെ ഒരു പ്രൊഫൈല് കാര്യങ്ങളെല്ലാം നമ്മൾ അപ്പം തന്നെ ഇരുന്ന് ചെക്ക് ചെയ്ത് നോക്കിയതായിരുന്നു കേട്ടോ. കാരണം പിന്നെ ചിലപ്പോൾ നമ്മൾ മറന്നു പോവോ എന്തെങ്കിലുമൊക്കെ ആയാലെന്ന് വിചാരിച്ച് അപ്പം തന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തു. പിന്നെ കുറച്ച് തിരക്കും കാര്യങ്ങളെല്ലാം ഉണ്ടായിരുന്നു. തിരക്ക് മീൻസ് അടുത്തത് ഇനി മാർച്ച് പാസ്റ്റാണ്, അപ്പോൾ അതിനെ കുട്ടികളെ സെറ്റാക്കിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചുമ്മാ ഒന്ന് വീഡിയോസൊക്കെ കാണാമെന്ന് വിചാരിച്ചു. അതൊക്കെയാണ്. അപ്പോൾ ഇതാണ് കേട്ടോ വീഡിയോസൊക്കെ. ഇത് സ്വപ്നമോ എന്ന് ചോദിച്ചിട്ടാണ് ആ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മുടെ മാർച്ച് പാസ്റ്റ് തുടങ്ങി. നമ്മുടെ കുഞ്ഞാൻ വന്നതിന് ശേഷം മാർച്ച് പാസ്റ്റ് തുടങ്ങി. ഇത് കഴിഞ്ഞതിന് ശേഷം ഇനോഗ്രേഷൻ സെഷൻസ് എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞത് മാർച്ച് പാസ്റ്റ് ആണ്. ഫസ്റ്റ് വരുന്നത് നമ്മുടെ ഫിയോറൻസ ടീമാണ് കേട്ടോ. ഫിയോറൻസിനെയാണ് തോന്നുന്നു ഗൈസ് പേര്. അടുത്ത് വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെയൊക്കെ ഫിയോറൻസ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കിൽ വേറെയും കുറേ ടീംസ്, 4 ഹൗസസ് ഉണ്ട് ടോട്ടൽ. അവർ ഓരോരുത്തരായിട്ട് അണിനിരന്നുകൊണ്ടിരിക്കണം. അപ്പോൾ ആദ്യം വരുന്നത് നമ്മുടെ ജനറൽ ക്യാപ്റ്റൻ ആണ്. ജനറൽ ക്യാപ്റ്റൻ യെസ് ഗൈസ്, ഞാൻ പറഞ്ഞ് കറക്റ്റാണ്, ഫിയോറൻസ് തന്നെയാണ് ഫസ്റ്റ് കേട്ടോ. അപ്പോൾ ജനറൽ ക്യാപ്റ്റൻ്റെ ബാക്കിൽ ഫിയോറൻസയുടെ ക്യാപ്റ്റനും പിന്നെ അത് വൈസ് ക്യാപ്റ്റൻ, പിന്നെ അതിലുള്ള കുട്ടികളെല്ലാവരും ഇങ്ങനെ മാർച്ച് പാസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പിന്നെ അതിൻ്റെ ബാക്കിലുള്ളത് അടുത്ത ഹൗസ്, അതിൻ്റെ ബാക്കിൽ അടുത്ത ഹൗസ്, അങ്ങനെ. അപ്പൊ ഇതാണ് മൈ ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ് നമ്മുടെ മാർച്ച് പാസ്റ്റ്. പൊടി ഇങ്ങനെ പാറിയിട്ടേ കുട്ടികളിങ്ങനെ ഗ്രൗണ്ടിൽ കൂടെ നടക്കുമ്പോൾ പൊടി ഇങ്ങനെ പാറി ഒരു അവസ്ഥയായിട്ടുണ്ട്. എന്തായാലും ഞാൻ ഫേസ് കെട്ടിയിരിക്കുന്നതുകൊണ്ട് വലിയ കുഴപ്പമില്ല. അതല്ലാന്നുണ്ടെങ്കിൽ അലർജി പിടിച്ചിട്ട് ഞാനൊരു വഴിയായിട്ടുണ്ടാവും. നമ്മുടെ അഫ്നാസിൻ്റെ ടീമാണ് ഇത്. ഞാനാണെങ്കിൽ അന്തമില്ലാതെ ബ്ലൂ ഹൗസ് എന്നൊക്കെ പറയും, പക്ഷെ ഇതിനൊക്കെ ഒരു പേരുണ്ട്. അപ്പോൾ ആ പേര് കറക്റ്റായിട്ട് എനിക്ക് അറിഞ്ഞുകൂടാ, ഏതൊക്കെ ടീംസാണെന്ന് അറിഞ്ഞുകൂടാ. ഇത് മൊത്തത്തിൽ ഒരു റൗണ്ട് ചുറ്റിയതിന് ശേഷം അവർ ഓരോരുത്തരായിട്ട് വന്നിട്ട് അവരെ പൊസിഷൻ പിടിക്കും. പിന്നെ അതിന് ശേഷമാണ് പ്രസംഗങ്ങൾ സംഭവങ്ങളൊക്കെ. ഇത് കാണുന്ന പോലെ ഒന്നല്ല കേട്ടോ, ഭയങ്കര വെയിൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര വെയിൽ, മനുഷ്യൻ കരിയുന്ന വെയിലാണ് കേട്ടോ. ഇതായി വരുന്ന ടീം റെഡ് ഹൗസ് അല്ല, ടൈറൻസ് എന്നാണ് ഈ ടീമിൻ്റെ പേര്. ടൈറൻസ് ടീമാണ്. ഇതാ നമ്മുടെ സ്കൂളിലൊക്കെ ആണെങ്കിൽ റെഡ് ഹൗസ് എന്നൊക്കെ പറയും, കോളേജിലാവുമ്പോൾ പിന്നെ ടൈറൻസ്, റോറിംഗ് റിബൽസ്, ഫിയോറൻസ അങ്ങനെയാണ് ഗൈസ്. ഒരു ടീമും കൂടെ ഉണ്ടല്ലോ, അതിന് പേര് ആക്ച്വലി ഞാൻ മിസ് ഔട്ട് ചെയ്തെന്ന് തോന്നുന്നു. അപ്പോൾ അതാ നമ്മളെ നിർത്തി അവിടെ തന്നെ അടുത്ത ടീം വരുന്നുണ്ട്. ഇനി ജനറൽ ക്യാപ്റ്റൻ വന്നിട്ട് ഫ്രണ്ടിൽ നിൽക്കും. പിന്നെ ഈ 4 ടീം ബാക്കിൽ ഇങ്ങനെ നിരന്ന് നിൽക്കും കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു മാർച്ച് പാസ്റ്റ്. ഞാനത് കംപ്ലീറ്റ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, കാരണം രസമല്ലേ, കാരണം ഇതൊക്കെയാണ് സ്പോർട്സിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ഒരു കാലത്ത് ഗൈസ് ഞാൻ ഇങ്ങനെയൊക്കെ ഇരുന്നതായിരുന്നല്ലോ, അപ്പോൾ ആ ഓർമ്മയ്ക്ക് ഇങ്ങനെ കണ്ടപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്തു എന്ന് മാത്രം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ലുക്ക്. ഫിയോറൻസ, പിന്നെ നമ്മുടെ ജനറൽ ക്യാപ്റ്റൻ, അവരുടെ ടീം, അങ്ങനെ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരിക. നമ്മുടെ മൊത്തത്തിലുള്ള സ്പോർട്സിൻ്റെ ഒരു ഫ്ലാഗ് വരുന്നത് വൈറ്റ് ഇൻ കളറാണ് കേട്ടോ. ഈ ഫ്രണ്ടിൽ തന്നെ പോഡിയം വെച്ചത് കൊണ്ട് എന്താ പറയുക, ഫുള്ള് കംപ്ലീറ്റ് ആയിട്ട് കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ. അപ്പോൾ ഇതാണ് സ്പോർട്ട് ട്രാക്ക് എന്നാണ് നമ്മുടെ സ്പോർട്സിൻ്റെ പേര്. സ്പോർട്ട് ട്രാക്ക് എന്നാണ് നമ്മുടെ ടീമിൻ്റെ പേരിട്ട്. അപ്പോൾ നമ്മുടെ ഷബീബ് സാർ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഏതൊക്കെ ടീം എവിടേക്കാണ് നിൽക്കേണ്ടത്, അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ടീം അവിടെ, ഫസ്റ്റ് ടീം അവിടെ നിന്നു. പിന്നെ അതിൻ്റെ ബാക്കിൽ അടുത്ത ടീം റോറിംഗ് റിബൽസ് വന്നിട്ട് നിന്നു. അവിടെ ഉള്ളത് ഫിയോറൻസ വന്നു, റോറിംഗ് റിബൽസ് വന്നു. പിന്നെ ഇനി നെക്സ്റ്റ് വരുന്ന ടീം ഇവരെ വന്നു കഴിഞ്ഞതിന് ശേഷം അടുത്ത ടീം വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ അഫ്നാസിൻ്റെ ടീമാണ്. അഫ്നാസിൻ്റെ ടീമും ഇവിടെ ആക്ച്വലി വന്ന് നിന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു അവർ ആ പോഡിയത്തിൻ്റെ ബാക്കിൽ നിന്നാൽ കാണില്ലല്ലോ, പക്ഷെ അഫ്നാസ് നല്ല അന്തമുള്ള കുട്ടിയാണ്, ആ പോഡിയത്തിൻ്റെ ഇപ്പുറത്തേക്ക് വന്ന് നിന്നു. അപ്പോൾ നമുക്ക് എല്ലാവർക്കും നല്ല പ്രോപ്പറായിട്ട് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ.
ഇവർ പ്രോസ് വാരിയേഴ്സ് ആണ് കേട്ടോ. അതിൻ്റെ പേര് പ്രോസ് വാരിയേഴ്സ്. പേരൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഡിംഗോൾഫിക്കേഷൻ പേരുകളാണ്. അപ്പോൾ ഗൈസ് കിട്ടിയില്ലേ? ഫ്യോറൻസ, റോറിംഗ് റിബൽസ്, പ്രോസ് വാരിയേഴ്സ്, പിന്നെ ഒന്നുകൂടെ ഉണ്ടല്ലോ ഗൈസ്, അടുത്തത് മറന്നല്ലോ. അങ്ങനെ 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 ടൈറൻസ്, അങ്ങനെ ഇപ്പോൾ കറക്റ്റായല്ലോ. ഫ്യോറൻസ, പിന്നെ റോറിംഗ് റിബൽസ്, പ്രോസ് വാരിയേഴ്സ്, ടൈറൻസ്. യെസ് ഗൈസ്, 4 ടീമിൻ്റെയും പേര് ഞാൻ പഠിച്ചു. അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പോൾ ഇനി അടുത്തത് നമ്മുടെ പ്രസംഗം ആൻഡ് ഇനോഗ്രേഷൻ സംഭവങ്ങളാണ് ഇനിയുള്ളത്. He is the captain of our college rugby team captain. He represented in University of Calicut Intercollegiate Rugby Tournament. അങ്ങനെ നമ്മുടെ ബറ്റാൺ കൈമാറിയിരിക്കുകയാണ്. ബറ്റാൺ നമ്മുടെ ദീപശിഖ, അതിന് ഇംഗ്ലീഷിൽ ബറ്റാൺ എന്ന് പറയും. ഞാൻ അന്തം വിട്ട് ബാറ്റൺ എന്നായിരുന്നു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷെ പിന്നെ ഏതോ ഒരു ഇംഗ്ലീഷ് മൂവി കണ്ടപ്പോഴാണ് അതിൻ്റെ പ്രൊനൗൺസിയേഷൻ ബറ്റാൺ ആണ് എന്നെനിക്ക് മനസ്സിലായത്. അങ്ങനെ ബറ്റാൺ കൈമാറി, അത് ഓരോരോ ആളുകളായിട്ട് കൈമാറി ഇങ്ങനെ പോയിട്ട്, അതാണ് അനൗൺസ്മെൻറ്റ് വരുന്നത് കേട്ടോ. ഓരോരുത്തർക്ക് ഇങ്ങനെ കൈമാറി വന്നതിന് ശേഷം ലാസ്റ്റ് വന്നിട്ട് അതിനകത്ത് കത്തിക്കും. അതാണ് ഇതിൻ്റെ ഒരു അവസ്ഥ. അതായത് ഒരു കുട്ടി ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഈ മോള് അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ലാസ്റ്റ് വന്നിട്ട് ദീപശിഖ അവിടെ കൊണ്ടുപോയിട്ട് കത്തിക്കും. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഒരു രീതി, അല്ലെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഒരു ശൈലി. അപ്പോൾ ഇതാ ഗൈസ്, അവർ ഓടി എത്താറായിട്ടുണ്ട് ഏകദേശം. കാണാം. Next, it hand over to Mr. Mubarak from 3rd year BCom Corporation. He represents University of Calicut Intercollegiate Taekwondo and Kalari Fight. Next, it hand over to Mr. Anshad from 1st year BCom Finance. He won the gold medal in University of Calicut Intercollegiate Karate Championship and qualified to All India Championship. Thank you. Muhammad Razi, General Captain of Zinda College Union, for oath-taking ceremony. I request to all to stand up for oath-taking. അപ്പം അടുത്തത് ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ്. നല്ല രീതിയിൽ സ്പോർട്സ് കംപ്ലീറ്റ് ചെയ്യുന്നതിനുള്ള ഓത്ത്. Annual sports meet. Respecting the rules and regulations. Which governs them. And with the desire to participate in the true spirit. സ്പോർട്സിൽ പങ്കെടുക്കുന്ന എല്ലാ സ്റ്റുഡൻസും ജനറൽ ക്യാപ്റ്റൻസും എല്ലാവരും ഈ ഒരു ഓത്ത് എടുക്കണം കേട്ടോ. കാരണം എന്താ പറയുക, പ്രശ്നങ്ങളൊന്നുമില്ലാത്ത സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ സ്പോർട്സ് എടുക്കുമെന്നും പിന്നെ അത് നല്ല രീതിയിൽ കള്ളക്കളികളൊന്നും ഇല്ലാതെ കംപ്ലീറ്റ് ചെയ്യുമെന്നൊക്കെയാണ് ഇവർ ആക്ച്വലി ഓത്ത് ടേക്കിങ്ങിലൂടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഓരോരുത്തരായി പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആദ്യം നമ്മുടെ വെൽക്കം പറയുന്നത് നമ്മുടെ ഷബീബ് സാറാണ്, PT മാഷ്, പിന്നെ നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ രമേശ് സാർ സംസാരിക്കുന്നു. അങ്ങനെ ഓരോരുത്തരായിട്ട് ഈ ഒരു ഇനോഗ്രൽ സെഷൻ ധന്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിന്നിവിടെ കൂടിയിട്ടുള്ളത് സ്പോർട്ട് ട്രാക്ക് ആനുവൽ സ്പോർട്സ് മീറ്റിലാണ്. അതിൻ്റെ ഒരു ഉദ്ഘാടകനായി ക്ഷണിച്ച നമ്മുടെ മാനേജ്മെൻറ്റിനും അതുപോലെ നമ്മുടെ മറ്റു വിദ്യാർത്ഥികൾക്കും അതിന് ഞാൻ സന്തോഷം അറിയിക്കുകയാണ്. നമുക്കൊക്കെ ഓരോ അവസരങ്ങൾ കിട്ടുമ്പോൾ അത് മുതലാക്കി എടുക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമുക്കൊക്കെ ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. ഇപ്പം നമ്മുടെ കുഞ്ഞാനാണ് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത്. കുഞ്ഞാന് കഴിഞ്ഞിട്ട് അടുത്തത് നമ്മുടെ ജനറൽ ക്യാപ്റ്റൻ ആയിരുന്നു. ജനറൽ ക്യാപ്റ്റൻ്റെ പ്രസംഗം കേട്ടിട്ടും എല്ലാവരും ചിരിച്ചു. കാരണം കുറച്ച് ഫണ്ണി ആയിട്ടായിരുന്നു ജനറൽ ക്യാപ്റ്റൻ പ്രസംഗിച്ചിട്ടോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഒരു ഫോട്ടോ സെഷൻ എനിക്ക് പാവം തോന്നി ഗൈസ്. കാരണം ഈ ഒരു വെയിലത്ത് ഇവരെങ്ങനെ നിർത്തുക എന്ന് പറയുമ്പം കഷ്ടം തന്നെയല്ലേ. അപ്പോൾ ഈ വാക്ക് വിത്ത് കുഞ്ഞാൻ്റെ കൂടെയാണ് അവർ ആക്ച്വലി ഫോട്ടോ എടുക്കുന്നത്. ഇതിൻ്റെ ഒരു വീഡിയോ ആളുടെ ഇൻസ്റ്റഗ്രാമിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫോട്ടോ സെഷൻ എല്ലാം കഴിഞ്ഞ് ടീച്ചേഴ്സ് എല്ലാം ബാക്കിലോട്ട് വന്നു. അപ്പോൾ നമുക്കൊരു ആഗ്രഹം ഉണ്ടായിരുന്നു മൂപ്പരാളുടെ കൂടെ ഫോട്ടോ എടുക്കണം എന്ന്. അങ്ങനെ നമ്മളും ആളുടെ കൂടെ ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെയാണ് അതിൻ്റെ ഒരു രസങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ എന്താ പറയുക, അപ്പോൾ ആൾ വന്നുകൊണ്ടിരിക്കുകയാണ്, നമുക്കും ഫോട്ടോസൊക്കെ എടുക്കണം എന്ന് പറഞ്ഞപ്പോൾ ആളുടെ കൂടെ ഫോട്ടോ എടുക്കാൻ കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഭയങ്കര, നമ്മുടെ കോളേജിൽ വന്ന ഒരു സെലിബ്രിറ്റി ആണല്ലോ, അതല്ലാതെ നമ്മുടെ കോളേജിൽ ഇനോഗ്രേഷൻ വന്ന ഒരു അതിഥി ആണല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഇപ്പോൾ ഈ ഒരു ടീമിൻ്റെ ആളുകൾ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയാണ്.
പിന്നെ നമ്മളും കുറേ ഫോട്ടോ ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ആക്ച്വലി ഇപ്പം എൻ്റെ ഫോണിൽ കാണുന്നില്ല. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ കൂടെ അറ്റാച്ച് ചെയ്തേനെ ഗൈസ്. അപ്പോൾ അതൊക്കെയാണ് കേട്ടോ. ഇവിടെ കണ്ടോ ഫസ്റ്റ് എയ്ഡ് ബോക്സ് ഒക്കെ ഉണ്ട്. കാരണം ഇൻ കേസ് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുട്ടികളെ എന്ത് ചെയ്യണം, കുട്ടികൾക്ക് ഫസ്റ്റ് എയ്ഡ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഇനോഗ്രേഷൻ കഴിഞ്ഞ് നമ്മുടെ കുഞ്ഞാൻ പോവുകയാണ്. അപ്പോൾ കുട്ടികൾ ഓരോരുത്തരായിട്ട് അദ്ദേഹത്തെ യാത്രയാക്കി. ഒരു നീണ്ട ഗ്രൗണ്ടാണ് കേട്ടോ ഗൈസ്. അപ്പോൾ ഈ ഗ്രൗണ്ടിലൂടെ അവരെ കൊണ്ടുപോവാണ്. അപ്പോൾ അതായത് നമ്മുടെ യജമാ മിസ്സിൻ്റെ ഫ്രണ്ടാണ്. ഈ ഫ്രണ്ടിൻ്റെ അമ്മാവനാണ് ഇപ്പോൾ വന്ന കുഞ്ഞാൻ കേട്ടോ. അപ്പോൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കണം. പിന്നെ സുജാ മിസ് നമ്മുടെ ഇന്നസെൻ്റ് മിസ്സാണ്. അപ്പോൾ മിസ് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെയൊക്കെയാണ് കഥ. അപ്പോൾ സ്പോർട്സ് ചുരുക്കി പറഞ്ഞാൽ അടിപൊളിയായി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അടുത്തത് നമ്മുടെ എന്താ പറയുക ഓട്ടമത്സരം തന്നെയായിരുന്നു. ഇത് പെട്ടെന്നുള്ള എത്തുന്ന ഓട്ടമത്സരം. ഇരുന്നൂറ് മീറ്ററോ 400 മീറ്ററോ അങ്ങനെ എന്തൊക്കെയാണ് ഇപ്പം ആക്ച്വലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ സ്റ്റുഡൻസ് ആണ് കേട്ടോ. നമ്മുടെ സോഷ്യോളജി ഡിപ്പാർട്ട്മെന്റിലെ ഫസ്റ്റ് ഇയറിലുള്ള കുട്ടികളാണ്. അപ്പോൾ ഗൈസ് പൊരി വെയിലത്ത് കുട്ടികളെ പിടിക്കാനുള്ള ഡ്യൂട്ടിയാണ് ഞങ്ങൾക്ക്. ഞാൻ, അഫ്സാന മിസ്, നജ്മ മിസ് നിൽക്കുന്ന കുട്ടികളാണ് ഓട്ട മത്സരം. തുടങ്ങിയോ? ആക്ച്വലി നമ്മളോട് എല്ലാവരോടും ഗ്രൗണ്ടിൽ ഇറങ്ങാൻ പറഞ്ഞു കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് 100 മീറ്റർ 200 മീറ്റർ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പം എങ്ങാനും പെൺകുട്ടികൾ വീണ് കഴിഞ്ഞാൽ അവരെ പിടിക്കാൻ വേണ്ടിയിട്ടേ. കാരണം പ്രശ്നമല്ലേ, പെൺകുട്ടികളാകുമ്പോൾ നമുക്ക് പറയാൻ പറ്റില്ല. ഈ വെയിലത്ത് ഓടിക്കഴിഞ്ഞ് ഇഷ്യൂ ഉണ്ടാവും. ഞാൻ പറഞ്ഞല്ലോ ഗേൾസ് ആകുമ്പോൾ ഇഷ്യൂ ഉണ്ടാവും, വീഴാനൊക്കെ ഉള്ള സാധ്യത ഭയങ്കര കൂടുതൽ. പിന്നെ ഈ ഭയങ്കര സ്പീഡിൽ ഇങ്ങോട്ട് ഓടുമ്പോഴേ അവർക്ക് ചിലപ്പോൾ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, അപ്പോഴും ഇഷ്യൂ ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ അവരെന്തായാലും പിടിച്ച് തന്നെ ഇരിക്കണം, അതാണ് അവസ്ഥ. അപ്പോൾ അതാ ഗൈസ് നമ്മളിപ്പോൾ ആക്ച്വലി ചായ കുടിക്കാൻ വേണ്ടി പോവുകയാണ്. ചായയും നല്ല പഴംപൊരിയും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് അവിടുത്തെ മാനേജ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പോയിട്ട് നമ്മൾ കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ ഞാൻ പഴംപൊരിയും നല്ല ചൂടുള്ള ചായയും കഴിച്ചു കേട്ടോ. അപ്പോൾ ഇത് ആക്ച്വലി ഈ ഒരു തിരക്കിനിടയിലേ ഇതൊക്കെ കിട്ടുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര സന്തോഷമാണ്. ഭയങ്കര സന്തോഷം മാത്രമല്ല, ക്ഷീണിച്ച് വിശന്ന് പൊരിഞ്ഞിരിക്കുന്ന സമയത്ത് പിന്നെ സ്പോർട്സ് എപ്പോഴാണ് ഫുഡ് കഴിക്കാൻ പറ്റുക ഒന്നും അറിയില്ല. കാരണം കുട്ടികൾ ഗ്രൗണ്ടിൽ ഉണ്ടാകുമ്പോൾ നമുക്ക് എന്തായാലും പറ്റില്ലല്ലോ അങ്ങനെ. അപ്പോൾ ഗൈസ് ഇത് നമ്മുടെ കോളേജിലെ ക്വീൻസ് പാർക്കാണ് കേട്ടോ. ക്വീൻസ് പാർക്ക് എന്ന് പറഞ്ഞാൽ പെൺകുട്ടികൾക്കൊക്കെ എന്തെങ്കിലും ഇഷ്യൂസൊക്കെ ഉണ്ട്, കുറച്ച് നേരം കിടക്കണം, അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് സമയം വർത്താനം പറഞ്ഞിരിക്കണമെന്നൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞേ. അപ്പം ഞാൻ ആക്ച്വലി കുട്ടികളുടെ അടുത്ത് നിന്ന് ലിപ്സ്റ്റിക് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എനിക്കെന്തറിയോ ലിപ്സ്റ്റിക് ഇടാൻ എന്നൊക്കെ ചോദിച്ചങ്ങനെ. അപ്പം നല്ല സ്നേഹനിധിയായ കുട്ടികൾ എനിക്കൊന്ന് തന്നു കേട്ടോ. ഗ്രൗണ്ടിലെത്തി. എനിക്കത് ഫുള്ള് വേണ്ട, ഉപ്പിട്ടതാണെങ്കിൽ ഫുള്ള് വേണ്ട, കുറച്ച് കുറച്ച് നീ അല്ലെങ്കിൽ ഗൈസ് അവരെന്നെ പറ്റിച്ചു. മധുരമുള്ള നാരങ്ങ വെള്ളമാണെന്ന് പറഞ്ഞിട്ട് അത് കഴിച്ചു നോക്കുമ്പോൾ ഉപ്പിട്ട നാരങ്ങ വെള്ളം, അതായിരുന്നു അവസ്ഥ. അത് സത്യത്തിൽ വേണോ? കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ BP കുറയും, അങ്ങനെ കുറേ ഇഷ്യൂസൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എന്തായാലും എന്ത് വേണം, അത് എന്തായാലും കുടിക്കേണ്ടി വരും. ഉപ്പിട്ടതായിരിക്കും ഒന്നുകൂടെ നല്ലത് മധുരത്തിനേക്കാൾ. അടുത്ത ഗെയിം ഇതാണ് ഗൈസ്. ഇതിൻ്റെ ഒരു കണ്ടീഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വട്ടത്തിന് പുറത്തേക്ക് പോകാൻ പാടില്ല. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വരുമ്പോൾ ആ വട്ടത്തിൻ്റെ ബാക്കിലൂടെ വരണം. അതല്ലാന്നുണ്ടെങ്കിൽ ഗെയിം ഫൗളായിരിക്കും. അതാണ് അതിൻ്റെ ഒരു അവസ്ഥ. അപ്പോൾ അതാ ഇനി നെക്സ്റ്റ് അല്ല, ഈ കളി തന്നെ കണ്ടിന്യൂ ആയിക്കൊണ്ടിരിക്കുകയാണ്. മാർച്ച് ഫാസ്റ്റിന്റെ റിസൾട്ട് അനൗൺസ് ചെയ്യുന്നു. ഫസ്റ്റ് പ്രൈസ്. അപ്പം എന്താണെന്നറിയാം, ഇതിനിടയിൽ ഇടയ്ക്കിടയ്ക്ക് അനൗൺസ്മെന്റ്സും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് കേട്ടോ. കാരണം ഓരോന്നിനും അനൗൺസ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ഓരോ ഐറ്റത്തിന് ഫസ്റ്റ് ആർക്ക് കിട്ടി, സെക്കൻഡ് ആർക്ക് കിട്ടി, അങ്ങനെയൊക്കെ അനൗൺസ്മെന്റ് ഒക്കെ വരുന്നുണ്ട്. അങ്ങനെ പിന്നെ ടീച്ചേഴ്സൊക്കെ അവിടെ ടേപ്പും കൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ദൂരേക്ക് ആരാണോ ത്രോ ചെയ്തത് അവരുടെ ആണ് ആക്ച്വലി നോക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ടാണ് ടേപ്പും കാര്യങ്ങളെല്ലാം കൊണ്ടിട്ട് നിൽക്കുന്നത്. അങ്ങനെയൊക്കെയാണ് ആക്ച്വലി ഗൈസ് അവസ്ഥ. അപ്പോൾ അടുത്തത് ഗേൾസിൻ്റെ പരിപാടിയാണ് ഇപ്പോൾ ആക്ച്വലി ഞങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു കുന്ത്രാണം എറിയണം, ഏറ്റവും ദൂരത്തേക്ക് എറിയുന്ന ആളുകൾക്കാണ് ഫസ്റ്റ്. അപ്പോൾ നമ്മുടെ ദീപശിഖയുടെ ഇതാ തീപ്പഴും സിത്താത്തമാരുടെയും ഇക്കാക്കമാരുടെയും കളി കാണാൻ വേണ്ടി നിൽക്കുന്ന 2
എന്താ സംഭവം എന്നറിയാം ഗൈസ്, അതാ ദൂരെ 2 കുട്ടികളെ കണ്ട് അവരിങ്ങനെ ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പോർട്സ് സംഭവങ്ങളൊക്കെ. അപ്പോൾ അടുത്തത് എനിക്ക് ഉള്ള ഡ്യൂട്ടി ആയിരുന്നു. എനിക്ക് കിട്ടിയ ഡ്യൂട്ടി എനിക്ക് തോന്നുന്നു 400 മീറ്റർ ഓട്ട മത്സരം ആയിരുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ ആക്ച്വലി തോന്നുന്നു എന്ന് പറയാൻ കാരണം ഈ സ്പോർട്സ് കഴിഞ്ഞിട്ട് കുറച്ചധികം ദിവസങ്ങളായിട്ട്, അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ എന്തൊക്കെയായിരുന്നു സംഭവങ്ങൾ എന്നുള്ളത് മറന്നുപോയി. അപ്പോൾ ഞാനിങ്ങനെ ഫോൺ എടുത്ത് നോക്കിയപ്പോഴാണ് ഇത് എഡിറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്ന് ഞാൻ ആക്ച്വലി കണ്ടത്. അപ്പം ഞാൻ അങ്ങനെ ഇരുന്ന് എഡിറ്റ് ചെയ്യാണ് കേട്ടോ. പിന്നെ ഇതാ നമ്മൾ ഇവിടെയൊക്കെ കുട്ടികളൊക്കെ ഇരിക്കുകയാണ്, കുട്ടികളും ടീച്ചേഴ്സൊക്കെ ഇരിക്കുക. അതൊക്കെ ആക്ച്വലി ഗ്രൂപ്പിലെ ടീച്ചേഴ്സാണ് കേട്ടോ, ടീമിലെ ടീച്ചേഴ്സാണ്. അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ ഇരുന്ന് ഓരോന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആകുന്ന ഉറപ്പുണ്ടാവും. ഇപ്പൊ പറയൂല അല്ലേ? ഇപ്പൊ ഡയലോഗ് ഇല്ല. സെറ്റ്. ആ വെള്ളം കുറച്ച് എനിക്കും തരണേ. ജനറൽ ക്യാപ്റ്റാ എന്താ കാണിക്കണേ? ഓരോ കത്തിക്കാണ് കർപ്പൂരം. അപ്പൊ ഗായ്സ് ഇതൊക്കെയാണ് അതിന്റെ ഒരു അവസ്ഥ. അഫ്നാസ് പറയാം ഓവറോൾ ചാമ്പ്യൻ അവനാകുന്നു. പിന്നെ നമ്മുടെ ജനറൽ ക്യാപ്റ്റൻ എന്താണ് നമ്മുടെ ദീപശിഖയെ കത്തിച്ച സംഭവം അങ്ങനെ കെടാനായതുകൊണ്ട് തന്നെ അത് വീണ്ടും വീണ്ടും ആളി കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സംഭവങ്ങളൊക്കെയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. നെക്സ്റ്റ് അവാർഡ് ദാനം. മിസ് ഇവന് എന്തിനാ ഫസ്റ്റ് എന്തെറിഞ്ഞിട്ട് തേർഡില്ലേ? തേർഡ് എവിടെ? തേർഡ് വന്നിട്ടില്ല. ഫസ്റ്റിനും സെക്കൻഡിനുള്ള പ്രൈസ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. തേർഡിന്റെ ആളെ കാണാനില്ലേ ഗൈസ്. അപ്പോൾ ഫസ്റ്റും സെക്കൻഡും മാത്രം കൊടുത്തതിന് ശേഷം അവരെ ഇറക്കി വിടുകയാണ്. അപ്പോൾ അത് കൊടുക്കുന്ന ആളും മുജീബ് സാറാണ് കേട്ടോ. മുജീബ് സാർ ആക്ച്വലി സോഷ്യോളജിയിലെ ടീച്ചറാണ്, ഒരു പാവ മനുഷ്യനാണ് കേട്ടോ. അങ്ങനെയൊക്കെ. അപ്പോൾ ഇത് കഴിഞ്ഞതിന് ശേഷം അവർ ആക്ച്വലി പോകും. അതൊക്കെ എച്ചോട് ചോദിക്കാം. നമ്മൾ ഏകദേശം വൈകുന്നേരത്തോടൊക്കെ അടുക്കാറായിട്ടുണ്ട്. വൈകുന്നേരം എന്ന് പറഞ്ഞൂടാ, ജസ്റ്റ് ഉച്ച ഏറെക്കുറെയൊക്കെ കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഉച്ച കഴിഞ്ഞ് ഏറെക്കുറെ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. 1-2 മണിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ആക്ച്വലി കുറേ ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ്. ഫുഡ് ആരും ആക്ച്വലി ഇന്ന് കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ നമ്മളെല്ലാവരും പുറത്ത് പോയിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച് നമ്മൾ കൂട്ടമായി പോയിക്കൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷ് ബേക്കറിയിലേക്കാണ് കേട്ടോ. ഞങ്ങൾ തമാശക്ക് ബ്രിട്ടീഷ് ബേക്കറി എന്നൊക്കെ പറയാറുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും അവിൽ മിൽക്കായിരുന്നു ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം എന്താണെന്ന് അറിയാം, ചൂടത്ത് അവിൽ മിൽക്ക് കുടിച്ചാൽ തണുപ്പല്ല, ഐസ്ക്രീം അല്ല, ഐസ്ക്രീം ഉണ്ടാവും, ഐസ്ക്രീമിൻ്റെ സ്കൂപ്പ് ഉണ്ടാവും. പിന്നെ അതുപോലെ തന്നെ തണുപ്പാണ്, പാലുണ്ട്, ഒക്കെ തണുപ്പാണല്ലോ. പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, മധുരം ഉണ്ടാവും. എല്ലാം കൂടെ ആകുമ്പോൾ ഒരു നല്ലൊരു വെയിലത്ത് നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു സംഭവം കേട്ടോ. അപ്പോൾ അവിൽ മിൽക്കാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത്. 6 പേര് അവിൽ മിൽക്ക്. ആക്ച്വലി നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ 7 ടീച്ചേഴ്സാണ്. അഫ്സാന മിസ്സിൻ്റെ വീട് അടുത്ത് തന്നെ ആയതുകൊണ്ട് മിസ്സ് വീട്ടിലേക്ക് പോയി. ബാക്കി ഞങ്ങൾ 6 പേരും അവിൽ മിൽക്ക് കുടിച്ച് സംതൃപ്തി അടഞ്ഞ് തിരിച്ച് പോവാട്ടോ. ഹെവി ആയിട്ട് ഫുഡ് കഴിച്ച പിന്നെ ഗ്രൗണ്ടിൽ ഇറങ്ങാൻ കഴിയില്ല, ക്ഷീണിച്ച് അവശരാകും. അപ്പം ഞാൻ ഈ വഴിയിലൂടെ ആദ്യമായിട്ടാണ് പോകുന്നത്. കോളേജിൻ്റെ വേറൊരു സൈഡിലൂടെയുള്ള വഴി, അഫ്സാന മിസ്സിൻ്റെയൊക്കെ വീടിൻ്റെ ഫ്രണ്ടിലൂടെ ഗ്രൗണ്ടിലേക്കുള്ളൊരു വഴിയാണിത്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഗ്രൗണ്ടിലെത്തിയപ്പോൾ വേറെ ഗെയിമാണ് ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഈ വടി ഉണ്ടല്ലോ, എറിഞ്ഞു കഴിഞ്ഞാൽ അത് കുത്തിയിട്ട് വീഴണം. കുത്തി വീണ് കഴിഞ്ഞാൽ മാത്രമേ അത് കൂട്ടുകയുള്ളൂ. കുത്താതെ വീണ് കഴിഞ്ഞാൽ അതിന് മാർക്കില്ല. അങ്ങനെ. അപ്പോൾ ഏറ്റവും ദൂരെ കുത്തി വീഴുന്ന ആളുകൾക്കാണ് അതിനുള്ള പ്രൈസ്. കണ്ടോ ഗൈസ്, ഇപ്പോൾ ഏകദേശം വൈകുന്നേരമൊക്കെ ആയതുകൊണ്ട് തന്നെ വെയിൽ കുറേയൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പ്രകൃതിയൊക്കെ മന്ദസ്മിതമായിട്ടുണ്ട്. അപ്പം അടുത്തത് പെൺകുട്ടികളുടെ ഓട്ട മത്സരമാണ്. ഇത് വേറൊരു റൗണ്ട് ഓഫ് ഓട്ട മത്സരം. നേരത്തെ ജയിച്ച കുട്ടികളുടെയൊക്കെയാണെന്ന് തോന്നുന്നു. അങ്ങനെ എന്തിനൊക്കെയോ എന്തോ അങ്ങനെയാണ് ഗൈസ് ഇതിൻ്റെ ഒരു അവസ്ഥ. നമ്മുടെ വീണ്ടും വടി കുത്തിയിട്ടുള്ള പരിപാടി, അതൊക്കെ കണ്ടോ, അതൊന്നും തീരെ വീണിട്ടില്ല. അത് ആക്ച്വലി കുത്തി വീണാൽ മാത്രമേ അത് കൗണ്ട് ചെയ്യുള്ളൂ എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ ടീച്ചേഴ്സൊക്കെ ഇതിനും ആക്ച്വലി ആ ടേപ്പും കൊണ്ട് നിൽക്കുന്നുണ്ട്. അതിങ്ങനെ ടേപ്പ് വലിച്ചു പിടിച്ച് നോക്കണം. അപ്പോൾ ഇത് നോക്കുന്നത് നമ്മുടെ മലയാളം ഡിപ്പാർട്ട്മെൻറ്റിലെ അർഷദ് സാറാണ് കേട്ടോ. അർഷദ് സാറ് പുതിയത് വന്നതാണ്. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ട കുറച്ച് എമർജൻസി ഉള്ളതുകൊണ്ട് ഞാൻ നേരത്തെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങി സ്പോർട്സ് കഴിയുന്നതിന് മുന്നേ. അപ്പോൾ അത്രയ്ക്കുള്ള വിശേഷങ്ങൾ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.